ഓക്കെ, എൻ്റെ പേര് അഹല്യ. ഞാൻ പ്രെപ്വൈസിലെ ഫുൾ പാക്കേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് ഓഗസ്റ്റ് 21 22 ആയിരുന്നു എക്സാം. 21 NIT വെച്ചിട്ടായിരുന്നു. 22 കുറ്റിക്കാട്ടൂര് മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസസ്മെന്റിൽ വെച്ചിട്ടായിരുന്നു. അപ്പം എക്സാം ഞാൻ വിചാരിച്ചത്ര ടഫ് ഒന്നല്ലായിരുന്നു. ഞാൻ അത്യാവശ്യം ഒരു ടഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. പിന്നെ അതില് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, 3 സബ്ജക്ട്സ് ഇത്രയും സബ്ജക്ട്സ് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതില് സയൻസ് സബ്ജക്ട്സ് ഞാൻ ജസ്റ്റ് ഒരു വെറുതെ ഒരു അറ്റംപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത്. കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. പിന്നെ ജനറൽ ടെസ്റ്റിൽ പറയുകയാണെങ്കിൽ കൂടുതലും മാത്സ് റിലേറ്റഡ് ആയിട്ടാണ് വന്നത്. കറണ്ട് അഫയേഴ്സ് അങ്ങനെ കൂടുതലും വന്നത് ഈ ഒരു മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പം നമ്മള് ടൈമിന്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ NCERTs വായിച്ചവർക്കും പിന്നെ മോക്ക് ടെസ്റ്റുകൾ, ഞാൻ പ്രെപ്വൈസിന്റെ മോക്ക് ടെസ്റ്റുകൾ ആ സമയം അത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് കൂടുതൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പം പൊളിറ്റിക്കൽ സയൻസ് കുഴപ്പമില്ലായിരുന്നു, നല്ലോണം എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബേസിക് ടു ആ ഒരു മോഡറേറ്റ് ലെവൽ ആ ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊരു കുട്ടിക്കും എഴുതാൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ പ്രെപ്വൈസിന്റെ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോക്ക് ടെസ്റ്റുകളും പിന്നെ ക്വിക്ക് പ്രെപ്പ് 2.0 യൂട്യൂബ് സീരീസ് ആ ഒരു ഇതായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന്റെ തലേന്നാണ് ഞാൻ മോക്ക് ടെസ്റ്റുകൾ ഫുൾ ഒന്നുകൂടെ ഞാൻ ചെയ്തു. അപ്പം ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്, അതായത് അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നു, പക്ഷെ ഓപ്ഷനിൽ നല്ല വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് അതേ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ യൂട്യൂബില് പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, ജനറൽ ടെസ്റ്റ് ആയിക്കോട്ടെ, ആ ഒരു യൂട്യൂബ് സീരീസിൽ പറയുന്ന സമയത്ത് പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും യൂട്യൂബിൽ പറയാറുണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നും ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അർഷിദ് സാറിന്റെ ക്ലാസ് ആണ് കൂടുതൽ, അത് ഫുൾ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ക്ലാസ് ആണ് കൂടുതൽ ഹെൽപ്പ് ആയിട്ടുള്ളത്. പിന്നെ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എടുത്തു. മോക്ക് ടെസ്റ്റ് ഒക്കെ ആദ്യമൊക്കെ മാർക്കൊക്കെ കുറവായിരുന്നു, പക്ഷെ പിന്നെ 100 above 100 അങ്ങനെ 150 above ഒക്കെ കിട്ടി. അപ്പം മോക്ക് ടെസ്റ്റ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈമിനൊക്കെ അതായിരുന്നു. എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലതിന്റെ ഉത്തരം ആ ക്വസ്റ്റ്യൻസ് തന്നെ കാണാറുണ്ട്. പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറെ, ഒരു 10 to 15 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം പാരഗ്രാഫ് നല്ലോണം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, എക്സാം സെന്ററിൽ എനിക്ക് 21 NIT വെച്ചിട്ടായിരുന്നു. NIT അവിടെയൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര നമ്മളെ കൂളാക്കും, അങ്ങനെ അധികം ഓവർ സ്ട്രെസ്ഡ് അങ്ങനെയൊന്നുമില്ല. അവിടെ പോയിട്ട് ഞാൻ 7:15 ആകുമ്പോൾ അവിടെ എത്തി. 7:45 അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നല്ല ഇതായിരുന്നു അവിടെ. ഞങ്ങള് ഇത് നമ്മൾ കേറിയിട്ടുണ്ടെങ്കിൽ വിൻഡോയില് നമ്മളുടെ ഫോട്ടോയും അവിടുന്ന് തന്നെ അവരുടെ ഫോട്ടോ എടുക്കും. അതും നമ്മുടെ നമ്മുടെ സീറ്റിന്റെ അവിടെ ഉണ്ട്, അവിടെ പോയി ഇരിക്കുക. അപ്പം സാറ് പറയുന്നത് അനുസരിച്ച് സബ്മിറ്റ് ചെയ്യുക, കണ്ടിന്യൂ ഒക്കെ കൊടുത്തിട്ടാണ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരിക. അപ്പം ആ ഒരു വിൻഡോ കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം അത് ഓൾറെഡി അങ്ങ് വന്നോളൂ. പിന്നെ കൃത്യം ജനറൽ ടെസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കൃത്യം 1 hour കഴിഞ്ഞാൽ വിൻഡോ ക്ലോസ് ആവും.
പിന്നെ 22-ന് മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസസ്മെന്റിൽ വെച്ചിട്ടായിരുന്നു. അതിലെനിക്ക് 2 എക്സാംസ് ആയിരുന്നു, പൊളിറ്റിക്കൽ സയൻസും ബയോളജി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എല്ലാവരും നല്ലപോലെ എന്താ കൂളായിട്ട്, നമ്മൾ ആരും ഒരു സ്ട്രെസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളവിടെ ചെന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും, എന്തൊക്കെയുണ്ട് നമുക്ക് പോയി എഴുതി എക്സാം വരാവുന്നതേ ഉള്ളൂ. സബ്ജക്ട്സ് ഇത് ഓരോതിന്റെ ഇത് പറയുകയാണെങ്കിൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നോക്കുകയാണെങ്കിൽ ബയോളജി ആയിരുന്നു കൂടുതൽ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ കൂടുതലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിസിക്സിൽ കുറച്ച് പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രി എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 75% എങ്കിലും ഓർഗാനിക് വന്നിട്ടുണ്ടാവും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഓർഗാനിക് ആണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ 3 സബ്ജക്ട്സും ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് ചെയ്തേ ഉള്ളൂ. ബാക്കിയുള്ള 3 ഇംഗ്ലീഷിനും ജനറൽ ടെസ്റ്റിനും പൊളിറ്റിക്കൽ സയൻസിനാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ അതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ അതായത് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് അതിൽ നിന്ന് അത്ര ഒരു ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, ഇതായിരുന്നു കൂടുതൽ. പിന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾസ്, പിന്നെ ചോദിച്ചത് എമർജൻസി ഒരു ഡിക്ലറേഷൻ, അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത് അതുണ്ടായിരുന്നു. പിന്നെ കുറെ പാർട്ടി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നു. അതായത് ഫസ്റ്റ് ഇലക്ഷനിൽ സെക്കൻഡ് ആയിട്ട് നിന്നത് ആരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് പൊളിറ്റിക്കൽ സയൻസിൽ ചോദിച്ചത്. ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ് ആന്റോണിംസും സിനോണിംസും ഒക്കെ ആയിട്ട് വന്നത്. ഇഡിയംസ് അതൊക്കെ അങ്ങനെ തന്നെയാണ് വന്നത്. പിന്നെ അതിലെന്നുവെച്ചാൽ ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ആ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജനറൽ ടെസ്റ്റില് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റെയറിന്റെ ഒരു സ്റ്റെയർ കേസ് പോലെ ഒരു പിക്ക് തന്നിട്ട് അതിന്റെ ഒരു സൈഡ് പ്ലെയിന്റെ ഏരിയ എങ്ങനെയാണ് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നു. പിന്നെ കുറെ കുറെ പോളിഗൺസ് തന്നിട്ട് ഇതിന് നമ്മൾ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയനെ അടിസ്ഥാനത്തിൽ ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. അപ്പം അത് നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു, അതിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കുക. പിന്നെ ഉണ്ടായിരുന്നത് അതല്ലാതെ ക്വസ്റ്റ്യൻസ് ബ്ലഡ് റിലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊറ്റ ക്വസ്റ്റ്യനെ വന്നുള്ളൂ. താങ്ക് യു പറയാൻ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് അത്യാവശ്യം നല്ല പോലെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിന് കാരണം പ്രെപ്വൈസ് തന്നെയാണ്. എനിക്ക് സയൻസ് ആയതുകൊണ്ട് ഇതിൽ ഒരു കാര്യവും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം അർഷിത് സാറിന് വലിയൊരു താങ്ക് യു, പിന്നെ പ്രെപ്വൈസ് ടീമിനും വലിയൊരു താങ്ക് യു.